ബി.ജെ.പിയിൽ ഒറ്റയ്ക്ക് കളം പിടിക്കാൻ ഇറങ്ങിത്തിരിച്ച പി.സി. ജോർജിനും മകൻ ഷോൺ ജോർജിനും വലിയ തിരിച്ചടി സമ്മാനിക്കുന്ന വാർത്തയാണ് അങ്ങ് കോട്ടയത്തു നിന്നും വരുന്നത്. ബി.ജെ.പി പിന്തുണയോടെ ഒരു രാഷ്ട്രീയ പാർട്ടി മധ്യ കേരളത്തിൽ ഉദയം കൊള്ളുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടികൾ അടിയും തടയും നടത്തി തഴമ്പിച്ച മണ്ണിൽ ആ പാരമ്പര്യം ഉൾക്കൊണ്ടാണ് ബി.ജെ.പി പിന്തുണയോടെ ക്രൈസ്തവ സഭാ നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തുടക്കം കുറിക്കുന്നത്. പി.സി. ജോർജും മകൻ ഷോൺ ജോർജും ഇല്ലാതെ തന്നെ കേരളത്തിൽ ക്രൈസ്തവ പിന്തുണ ഉറപ്പിക്കുകയാണ് ബി.ജെ.പി ഈ പാർട്ടിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. പ്ലാന്ററും വ്യവസായിയും കേരള കോൺഗ്രസിന്റെ മുൻ ചെയർമാനും കോൺഗ്രസിന്റെ മുൻ എം.എൽ.എയുമായ ജോർജ് ജെ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് പുതിയ പാർട്ടി രൂപം കൊള്ളുന്നത്. ബി.ജെ.പി ആഭിമുഖ്യമുള്ള ക്രൈസ്തവരെ സംഘടിപ്പിച്ച് എൻ.ഡി.എ മുന്നണിയുടെ ഭാഗമാക്കുകയാണ് ലക്ഷ്യം. ഇതേ ലക്ഷ്യവുമായി 2023 ഏപ്രിലിൽ ഒരു നീക്കം നടന്നുവെങ്കിലും അവസാന നിമിഷം ജോർജ് ജെ മാത്യു അതിൽ നിന്നും പിന്തിരിയുകയായിരുന്നു. ഇപ്പോഴത്തെ നീക്കം ബി.ജെ.പി നേതൃത്വവുമായുള്ള ധാരണയോടെയാണ്. കേരള കോൺഗ്രസിൽ തുടങ്ങി നിരവധി പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ടുള്ള മുൻ എം.എൽ.എമാരായ പി.എം. മാത്യുവും എം.വി. മാണിയും ജോർജ് എ മാത്യുവിനൊപ്പം ഉണ്ട്. മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയുടെയും മുൻ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ മാത്യു അറക്കലിന്റെയും പിന്തുണ തങ്ങൾക്കുള്ളതായും ഇവർ അവകാശപ്പെടുന്നുണ്ട്. കാസ പോലെയുള്ള സംഘടനയുടെ പിന്തുണ വഴി ക്രിസ്ത്യാനികളെ പൂർണ്ണമായും ബി.ജെ.പി വിരിക്കുന്ന കുടക്കീഴിൽ ഈ പാർട്ടിയിലൂടെ അണിനിരത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. കേരള ഫോമേഴ്സ് ഫെഡറേഷൻ എന്ന ഒരു കർഷക സംഘടനയുടെ സമ്പൂർണ്ണ പ്രതിനിധി സമ്മേളനം ഭാവി പരിപാടികൾ ചർച്ച ചെയ്യുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും വേണ്ടി കോട്ടയം ഈരയിൽ കടവാൻ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ചേരും. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടക്കുന്നതോടെ പി.സി. ജോർജ് എൻ.ഡി.എയിൽ നിന്നും അപ്രസ്തുതനാകും. പ്രത്യേകിച്ച് ബി.ഡി.ജെ.എസ് അടക്കമുള്ള ഘടകകക്ഷികളെ പി.സി. ജോർജ് വെറുപ്പിക്കുന്നതിനപ്പുറം വെറുപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പി.സിയെ മുന്നിൽ നിർത്തിയാൽ ക്രൈസ്തവ വോട്ട് പെട്ടിയിലാക്കാം എന്ന ധാരണ ബി.ജെ.പിക്കില്ല. അതുകൂടി കണക്കിലെടുത്താണ് പുതിയ പാർട്ടിക്ക് രൂപം നൽകുവാൻ ബി.ജെ.പി പിന്തുണ അറിയിച്ചത്. ഈ യോഗത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയെ ക്ഷണിച്ച സംഘാടകർ പക്ഷേ പി.സി. ജോർജിനെയും മകനെയും പൂർണ്ണമായും അവഗണിച്ചു. അതേസമയം ഈ പാർട്ടി പ്രഖ്യാപനം ഉറക്കം നഷ്ടപ്പെടുത്തിയ മറ്റൊരു നേതാവ് കൂടിയുണ്ട്. മറ്റാരുമല്ല, ജോസ് കെ മാണി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ൽ നിന്നും ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ മധ്യ കേരളത്തിലെ സ്വാധീനം വെച്ച് ബി.ജെ.പിയിലേക്ക് ഒരു കണ്ണ് ജോസ് കെ മാണി വെച്ചിരുന്നു. LDF-ൽ നിന്നാൽ ഇനി കാര്യമായ ഒരു പദവി തേടിയെത്തുമെന്ന പ്രതീക്ഷ ജോസിനില്ല. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വോട്ടുകൾ പിടിച്ചെടുക്കാം എന്ന വമ്പൻ ഉറപ്പ് ബി.ജെ.പിക്ക് നൽകി കേന്ദ്രമന്ത്രി പദവി അടക്കം നേടിയെടുക്കുകയായിരുന്നു ജോസിന്റെയും കൂട്ടരുടെയും ലക്ഷ്യം. പുതിയ പാർട്ടി വരുന്നതോടെ ക്രൈസ്തവ വോട്ട് കാണിച്ചുള്ള വിലപേശലുകൾ ഒന്നും തന്നെ ഇനി ക്ലച്ച് പിടിക്കില്ല എന്നും ജോസിനും ഉറപ്പിക്കാം.